ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സെന്നിന് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ആ റോഡിൽ റിഫ്ലക്ടറിൽ വരെ കയറുമ്പോൾ അകത്തേക്ക് അതിൻ്റെ ഷേക്കിങ് അറിയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ ഏറ്റവും നല്ലത് വീൽ അലൈൻമെൻറ്റ് ഫസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വീൽ അലൈൻമെൻറ്റ് ചെയ്തിട്ട് കുറേയായി. അപ്പോൾ അത് ഒരു സെർട്ടൺ ടൈം വെച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ടതോ ബുഷോ കാര്യങ്ങളോ ചേഞ്ച് ചെയ്തിട്ട് അവർ പറഞ്ഞുതരും. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വെച്ച് ആലോചിക്കുമ്പോൾ നമ്മളെ ടൗണിൽ തന്നെ പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പുതിയ ഷോപ്പല്ല, പഴയ ഷോപ്പ് പുതുക്കിയെടുത്തതാണ്. കുറച്ച് സ്ഥലം ചേഞ്ച് ചെയ്തിട്ട് അപ്പോൾ അവിടെ പോകാമെന്ന് വെച്ച് രാത്രി തന്നെ വണ്ടി എടുത്ത് വിട്ടു. അപ്പോൾ എല്ലാവരും കൂട്ടിയിട്ടാണ് പോയത്. അത് കൂട്ടിൻ്റെ ഉദ്ദേശം രാത്രിയാണ്, ഒരു ചായയൊക്കെ കുടിച്ച് തിരിച്ചു വരാമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി അവിടെ എത്തിച്ചു. അവർ ജസ്റ്റ് ഒരു ടെസ്റ്റ് റൺ അടിച്ച് നോക്കി. അപ്പോൾ അവർക്കും ഇഷ്യൂ കിട്ടി. പിന്നെ അവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വീൽ ബാലൻസിങ്ങിൻ്റെ ബുഷൊക്കെ എന്താ പറയുക, നല്ല ഹാർഡായി കിടക്കുന്നുണ്ട്, ഒരു സൈഡ് പൊട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ കാണാത്ത കുറേ ഉള്ളിൽ ബുഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ചെറിയ ബുഷിനെ കൊണ്ട് ഇത്രത്തോളം എഫക്റ്റ് വരുത്തിക്കും ഒരു വണ്ടിക്ക്. അപ്പോൾ അത് ചെയ്യാമെന്ന് വെച്ച് നിൽക്കുമ്പോൾ അവർ വീൽ അലൈൻമെൻറ്റ് ചെയ്തു. ബട്ട് വീൽ അലൈൻമെൻറ്റ് ചെയ്തിട്ട് ശരിയാകുന്നില്ല. അപ്പോൾ ഈ ഒരു ബുഷ് മാറ്റാണ്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ കുറച്ച് കിലോമീറ്റേഴ്സ് കഴിയുമ്പോൾ ബാക്കിലത്തെ ടയർ എടുത്ത് ഫ്രണ്ടിലിടുക, ഫ്രണ്ടിലത്തെ എടുത്ത് ബാക്കിലിടുക. അങ്ങനെ ഇടാൻ വേണ്ടി നോക്കിയപ്പോഴാണ് പണി കിട്ടിയത്. ചെറിയൊരു ആണി കയറി കിടപ്പുണ്ടായിരുന്നു. ബട്ട് അത് ഉള്ളിലേക്ക് കയറിയിട്ടില്ല, എയറൊന്നും ഔട്ടായിട്ടില്ല. അങ്ങനെ അതൊക്കെ റെക്ടിഫൈ ചെയ്ത് നമ്മളവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് ഏകദേശം 800 കോസ്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നല്ലൊരു ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ എവിടെ പോകുമെന്ന് അന്വേഷിക്കുമ്പോൾ നമുക്കൊരു ഷോപ്പ് ഓർമ്മ വന്നത്. അതായത് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ നമ്മളെ പാലത്തുംകരയിൽ നിന്ന് മൂരിയാട്ട് റോഡിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ചായപ്പീടിയാന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോകാമെന്ന് വെച്ച്. നമ്മൾ ഇതുവരെ പോയിട്ടില്ല, കുറച്ചായി അത് ഓപ്പൺ ആയിട്ട്. അപ്പോൾ അവിടുത്തെ ഫുഡും കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മൾ അവിടത്തേക്ക് പോയി. അവിടുന്ന് എല്ലാ സ്നാക്സും ഒരേപോലെ ട്രൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ നമ്മൾ കല്ലുമ്മക്കായ അവിടുന്ന് വാങ്ങിച്ച്. കല്ലുമ്മക്കായ അത്യാവശ്യം ഒരു വെറൈറ്റി സ്റ്റൈലായിരുന്നു. കാരണം എവിടെയും കഴിക്കാത്ത പോലത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു കല്ലുമ്മക്കായ. അതിനുശേഷം നമ്മളൊരു ചായ കുടിക്കുകയെന്ന് വെച്ചാൽ നമ്മളെ പിള്ളേർ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് ചായ ആണെങ്കിൽ ഒരാൾക്ക് ബൂസ്റ്റ് ആയിരിക്കും, ഒരാൾക്ക് ലൈറ്റ് ചായ ഒരാൾക്ക് സ്ട്രോങ് ആയിരിക്കും, ഒരാൾക്ക് ഹോർലിക്സ് ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ളവർക്ക് എപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും നമ്മളൊരു ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ. അടിപൊളി ആംബിയൻസ്, അടിപൊളി ഫുഡും കൂടിയാണ്. പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട. അവിടുത്തെ വാൾ പെയിൻറ്റിങ്, വാൾ ആർട്ടൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല സ്പേസിങ്ങും കാർ പാർക്കിങ്ങൊക്കെ അത്യാവശ്യം ഉണ്ടാവും. പിന്നെ എപ്പോഴും ഒരു ചായ ഒരു കടി എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു കടിയിൽ ഇന്നേ വരെ നിർത്തിയ ചരിത്രമില്ല. ഒരു ചായ ഒരു മിനിമം 10 കടി ഇല്ലാണ്ട് നടക്കില്ല. അങ്ങനെ നമ്മളിങ്ങനെ എന്ത് കഴിക്കുന്നു വെച്ച് നിൽക്കുമ്പോഴാണ് അവർ ചോദിച്ചത് മോമോസ് വേണമെന്ന്. നമ്മൾ തീരെ എക്സ്പെക്റ്റ് ചെയ്യില്ല അവിടെ മോമോസ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു പ്ലേറ്റ് പോരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ചെറിയ ഷോപ്പായിട്ട് നമ്മൾ ചോദിച്ചു മോമോസ് നോർമലേ ഉണ്ടാവും. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് ഷെസ്വാൻ ഉണ്ട്, പെരി പെരി ഉണ്ട്, എല്ലാ മോമോസും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മൾ രണ്ടാമത് ഒരു സ്പൈസി ആയിട്ടുള്ള ഷെസ്വാൻ മോമോസ് ഓർഡർ ചെയ്തു. മെയിൻ ഹൈലൈറ്റ് അതിൻ്റെ ഒരു ഗ്രേവിയാണ്. അതിൻ്റെ ഗ്രേവി ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ രണ്ടും വേർത്തായിരുന്നു. അതിൻ്റെ റേറ്റും അത്ര കുറവാണ്. സാധാരണ നോർമലി 160 170 ഒക്കെ കൊടുക്കേണ്ട റേറ്റിൽ ഇത് എനിക്ക് എത്രയാണെന്ന് കറക്റ്റായിട്ട് ഓർമ്മയില്ല. എന്തായാലും ആ റേറ്റിൽ കുറവാണ്. ഷെസ്വാൻ മോമോസിൻ്റെ ഗ്രേവി എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അടുത്ത ഷോട്ട് കാണുമ്പോൾ തിരിയും കേട്ടോ. അപ്പോൾ അതിനുശേഷം എന്താ അടുത്ത വെറൈറ്റി ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓംലെറ്റ് കല്ലുമ്മക്കായ ഉണ്ടെന്ന്. ആദ്യമായിട്ട് ഞാനത് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതും അടുത്ത് ഓർഡർ ചെയ്തു. നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ. ഏറ്റവും നല്ലത് ഓംലെറ്റ്, 1 സൈഡ് ഓംലെറ്റും കല്ലുമ്മക്കായൻ്റെ ആ ഒരു മസാല, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ അടുത്ത് ഷെസ്വാൻ മോമോസിൻ്റെ ഗ്രേവിയിൽ അതും കൂട്ടിയൊരു പിടി പിടിച്ചപ്പോൾ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഷെസ്വാൻ മോമോസിൻ്റെ ഇതും കൂടി എടുത്തൊരു പിടി. ഇപ്പോൾ കൂത്തുപറന്ന് വലിയ വെളിച്ചമഴി ചെറുവാഞ്ചേരിയൊക്കെ പോകുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കട്ടെ. അത്യാവശ്യം നല്ല ഫുഡാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.